ഇത് നമ്മളുടെ കേരളം. വശ്യമനോഹരമായ ഈ കേരളത്തിൻ്റെ വിരിമാറിലൂടെ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഞാൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂരുള്ള യാത്രയിലാണ്. വാളയാറിലെ ഈ മലനിരകളും പ്രകൃതി ഭംഗിയും വളരെയധികം ആസ്വദിച്ചുകൊണ്ട് പോകുന്ന ഒരു യാത്ര. ഇതിൻ്റെ ദൃശ്യഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചാരുതയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. നിങ്ങൾക്ക് തോന്നും ഇതൊരു സ്വർഗ്ഗഭൂമിയാണെന്ന്. ഈ ട്രെയിൻ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ആനകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ ദിവസം കുറച്ച് ആനകൾ ഇവിടെ തീവണ്ടി ഇടിച്ച് മരിക്കുകയുണ്ടായി. പക്ഷേ ഈ മനോഹര ദൃശ്യത്തിൻ്റെ ദൃശ്യചാരുത ഇങ്ങനെ പകർത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ വരും. പല പഴയ പാട്ടുകൾ, പുഴകൾ മലകൾ എന്ന് പറയുന്ന യേശുദാസിൻ്റെ വശ്യമനോഹരമായ അല്ലെങ്കിൽ നയനമനോഹരമായ ആ ഗാനം കൂടി ഇതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ എന്ത് രസകരമായ ഒരു ദൃശ്യചാരുതയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയധികം മനോഹരമാണ് ഈ ദൃശ്യം. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നമ്മൾ നേരിട്ട് കാണുന്ന ഈ ദൃശ്യഭംഗി എന്ന് പറയുന്നത് വളരെയധികം മനോഹരവും അതിചാരുതയും ഉള്ളതാണ്. ഞാനൊരു മലയാളം കവിയൊന്നും അല്ലെങ്കിലും എനിക്ക് പോലും ഇത് വാഴ്ത്തിപ്പാടാൻ തോന്നുന്നു എന്ന് പറയാതെ വയ്യ. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഈ ഒരു നയനമനോഹര കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല അതിമനോഹരമായ സഖ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത നിങ്ങളെ ഓരോ നിമിഷവും ഓരോ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാരണം അത്രയധികം മനോഹരമാണ് ഈ ദൃശ്യം. അത് പറഞ്ഞറിയിക്കുക വയ്യ. നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് നമുക്കത് അത്രയധികം ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയധികം നയനമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. എൻ്റെ ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും സഖ്യപർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുവാൻ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാഴ്ചകളും. എന്നും നിങ്ങളോടൊപ്പം ഒരു നിമിഷം ഞാൻ നിങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ നയനമനോഹരമായ കാഴ്ച. നിങ്ങളെയും ഈ കാഴ്ചകളിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ട്രെയിൻ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഈ തീവണ്ടിയുടെ ഈ യാത്രാ നിമിഷങ്ങൾ അതീവ മനോഹരമായി ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുക. എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൂർണ്ണമായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഹരികൃഷ്ണ പ്രസാദ് മനുദേവ്, കാഞ്ഞങ്ങാട്.